ഇന്ന് ഞാനും എൻ്റെ അമ്മയും ഒരു കുട്ടി ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോയത് വടകര ഫാമിലി വെഡിങ് സെൻറ്ററിലാണ് പോയത്. ഞാനും അമ്മയും ഒരു 4-4:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി മെല്ലെ നടന്നു ബസ് സ്റ്റോപ്പിലേക്ക്. അപ്പോൾ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്ന ആ ഒരു ടൈം എന്ന് പറയുമ്പം നല്ല നല്ല ഒരു എന്താ പറയുക, നല്ലൊരു ഭംഗിയുള്ള ടൈമായിരുന്നു. എന്ന് വെച്ചാൽ ആ ഒരു സൺസെറ്റിലേക്ക് പോകുന്ന ഒരു ടൈം. അപ്പം അമ്മയ്ക്ക് നടക്കുന്ന വീഡിയോസൊക്കെ ഞാൻ എടുത്തപ്പോൾ എനിക്കത് ഭയങ്കര നല്ല ലൈറ്റ് ആണെങ്കിലും ആ ഒരു ടൈം ആണെങ്കിലും ആ ഡ്രസ്സും കളറൊക്കെ ആണെങ്കിലും എനിക്ക് നല്ലതായിട്ട് തോന്നി. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു വീഡിയോസൊക്കെ എടുക്കാൻ. പിന്നെ അമ്മയ്ക്കാണെങ്കിലും വീഡിയോസ് എടുക്കാനും വീഡിയോസ് നിൽക്കാനും ഫോട്ടോസ് നിൽക്കാനും ഒന്നും അങ്ങനെ ബുദ്ധിമുട്ടുള്ള ഒരാളല്ല. അമ്മയ്ക്ക് അതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അമ്മയ്ക്ക് അതൊരു ഇഷ്ടമുള്ളത് കൊണ്ടും നമുക്കും എടുക്കാനൊരു ഭയങ്കര ഒരു എൻകറേജിങ് ആയിരിക്കും അത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടന്ന് ഞങ്ങൾ ആക്ച്വലി ഈ ഹൈവേയുടെ പണി നടക്കുന്നത് കൊണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് കുറച്ചുകൂടി കൂടുതൽ നടക്കണം ഈ സർവീസ് റോഡിലൂടെ. അപ്പോൾ ആ സർവീസ് റോഡിലൂടെ നടക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. നല്ല ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു അവിടെ ആ ഒരു ടൈമിൽ. അപ്പം അമ്മയുടെ നടക്കുന്നത് ഇങ്ങനെ സ്ലോ മോഷനൊക്കെ ആക്കിയിട്ട് എടുത്ത് നോക്കിയപ്പോൾ അതെനിക്ക് നല്ലതായിട്ട് തോന്നിയത്, നല്ല രസമുണ്ടായിരുന്നു, എനിക്കത് ഇഷ്ടമായത്. അപ്പോൾ ഞങ്ങൾ പിന്നെ ബസ് സ്റ്റോപ്പിലെത്തി ഒരു 10 മിനിറ്റിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്തു ബസ് വരാൻ. അപ്പോൾ ബസ് വന്നു, ഞങ്ങൾ ബസ്സിൽ കയറി ഡയറക്റ്റ് ഫാമിലിയുടെ മുന്നിൽ തന്നെ ഇറങ്ങി. ഫാമിലി വെഡിങ് സെൻറ്ററിൻ്റെ അവിടെ ഇറങ്ങി ഫാമിലിയിലേക്ക് പോയി. അപ്പോൾ ഓൾറെഡി എനിക്ക് ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നു ഈ ഫാമിലിയിൽ നിന്ന് എടുത്തത്. എൻ്റെ ചേച്ചി എനിക്ക് വിഷുവിന് വേണ്ടിയിട്ട് എനിക്കൊരു ഡ്രസ്സ് വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ടോപ്പ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് മാറ്റി ഒരു പാർട്ടി വെയർ അല്ലെങ്കിൽ അങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു ഡ്രസ്സ് എടുക്കാം. ഒരുപാട് കല്യാണങ്ങൾക്ക് വരുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങനത്തെ ഒരു ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഫാമിലിയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഞാൻ എപ്പോൾ പോയാലും ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. ഞങ്ങൾ ആ ഒരു ഡ്രസ്സ് റിട്ടേൺ ചെയ്തിട്ട് ഒരു സ്ലിപ്പ് അവിടെ തന്നായിരുന്നു. അപ്പോൾ ആ സ്ലിപ്പും കൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോർ കയറി. എനിക്കൊരു പാർട്ടി വെയർ കൈൻഡ് ഓഫ് ചുരിദാർ അല്ലെങ്കിൽ ഫ്ലെയർഡ് ഡ്രസ്സായിരുന്നു വേണ്ടത്. ആക്ച്വലി എനിക്ക് എൻ്റെ ഒരു കസിൻ ചേച്ചിയുടെ കല്യാണം വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന് ഞങ്ങളൊരു കളർ തീം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഡ്രസ്സ് എടുക്കാൻ വന്നതല്ലേ, ആ കളർ തീമിലുള്ള ഡ്രസ്സ് തന്നെ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. ആ കളറിലുള്ള ഡ്രസ്സ് എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡിസ്പ്ലേയിലുള്ളത് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ എനിക്ക് അമ്മ ഈ ഒരു ഡിസ്പ്ലേയിൽ ഹാങ്ങറിൽ വെച്ചതൊന്ന് കാണിച്ചു തന്നു, ഒന്ന് എടുത്തു തന്നു. അപ്പോൾ പറഞ്ഞത് ഈ കളർ കൊള്ളാലോ പറഞ്ഞിട്ട് കാണിച്ചു തന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അത് നല്ല അതിൻ്റെ കളറാണെങ്കിലും അതിൻ്റെ നെക്കാണെങ്കിലും ഡിസൈൻ ആണെങ്കിലും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ അത് നോക്കുമ്പോൾ ഞാൻ സൈസ് XXL ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ XXL ആയല്ലോ, എനിക്കിത് ഇഷ്ടമായിരുന്നു എന്ന് വിചാരിച്ചു ഞാൻ ജസ്റ്റ് ഇങ്ങനെ റാക്കിൽ നോക്കിയപ്പം അതിൻ്റെ ലാർജ് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ലാർജ് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഇൻ കേസ് എന്താ പറയുക, ഷേപ്പാക്കണം എന്നാണെങ്കിലും കുറച്ചൊരു ഷേപ്പാക്കിയാൽ മതിയല്ലോ വിചാരിച്ച് ഞാൻ ലാർജ് എടുത്തിട്ട് ഞാൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ട്രയൽ റൂമിൻ്റെ അടുത്തേക്ക് പോയപ്പം ട്രയൽ റൂമിൻ്റെ അടുത്ത് ഭയങ്കര തിരക്ക്. അവിടെ ഒരുപാട് പേര് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക ട്രയൽ റൂമിലേക്ക് കയറാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ട്രയൽ റൂമിൽ കയറി ഈ ഡ്രസ്സ് ട്രൈ ചെയ്തു. അപ്പോൾ എനിക്ക് ഇത് ഇഷ്ടമായി, ഇത് നല്ല രസമുണ്ട്. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അതിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ അമ്മയ്ക്ക് കാണിച്ചപ്പോൾ അമ്മയ്ക്കും ഇഷ്ടമായി. എന്നിട്ട് ഞങ്ങൾ അത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒന്നാമത് ഇത് എക്സ്ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് വേറെ ഷോപ്പിൽ പോയി നോക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഇത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതന്നെ എടുത്തു. ഇവിടുന്ന് ബില്ല് ചെയ്തു. ഈ കൗണ്ടറിൽ നിന്ന് ബില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡെലിവറിയുടെ കൗണ്ടറിൽ ഈ ബില്ലിൻ്റെ പെയ്ഡ് സ്ലിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സ് അവർ തരും. അപ്പോൾ അങ്ങനെ ഡ്രസ്സൊക്കെ വാങ്ങി ഫാമിലിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഷേക്ക് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടു. അപ്പോൾ ഷേക്ക് കുടിക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പം ആക്ച്വലി ഈ റോഡ് എവിടെയാണ് അല്ലെങ്കിൽ ഇത് ഏത് റോഡാണെന്നുള്ളത് വടകരയുള്ള ഒരാൾക്ക് എന്തായാലും മനസ്സിലാവും. കാരണം വടകരയിലുള്ള എല്ലാവർക്കും ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടന്ന് ഇവിടെ എത്തി. ക്ലബ് ഫലൂദയിൽ പോയി. അപ്പോൾ ക്ലബ് ഫലൂദയിലാണ് ഞങ്ങൾ ഷേക്ക് കുടിക്കാൻ കയറിയത്. അപ്പോൾ അമ്മ ഫോറെവർ ചിക്കു ഷേക്ക് ഫാനുകളാണ്. അപ്പോൾ അമ്മ എവിടെ പോയാലും അമ്മ വാങ്ങിക്കുന്ന ചിക്കു ഷേക്കാണ്. അപ്പോൾ അമ്മ ആസ് യൂഷ്വൽ ചിക്കു ഷേക്ക് പറഞ്ഞു. അപ്പോൾ ഞാനൊരു ചിക്കു ഷേക്ക് ഫാനാണ്. പക്ഷേ എനിക്ക് ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടുത്തെ മെനു നോക്കിയപ്പോൾ അവിടെ ഒരു സ്പെഷ്യൽ ഷേക്ക് കണ്ടു. ഞാൻ വിചാരിച്ചു അതെന്നെ ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ അത് ഓർഡർ ചെയ്ത് ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഷേക്ക് വന്നായിരുന്നു. പിന്നെ ഇവിടുത്തെ ഒരു വടകരയിൽ വെച്ച് നോക്കുമ്പോൾ ഒരു അത്യാവശ്യം ഒരു നല്ല ആംബിയൻസ് ഒക്കെ ഉള്ള ഒരു ഷോപ്പാണ് കേട്ടോ ഈ ഷോപ്പ് പറയുന്നത്, ക്ലബ് ഫലൂഡ. അപ്പം അവിടുന്ന് ഷേക്കൊക്കെ വന്നു, എനിക്ക് കുടിച്ചു. അപ്പം അമ്മ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. അപ്പം അമ്മ പറഞ്ഞു ഈ ഫോട്ടോ എടുത്ത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഫോട്ടോ ഒക്കെ എടുപ്പിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഷേക്ക് കുടിച്ച് ഞങ്ങൾ ബസ്സിൽ കയറി തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് ഞാൻ അമ്മേനോട് നിർബന്ധിച്ചിട്ട് ബായ് ഒക്കെ പറയിപ്പിക്കുന്നുണ്ടായിരുന്നു വീട്ടിലേക്ക്. അപ്പോൾ ബായ്.